രണ്ടാം വർഷ ഗണിതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സെക്ഷൻ 9.5.1 എന്ന് പറയുന്ന ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ. ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് മെത്തേഡ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ ഓർഡർ 1 ആയിരിക്കും, ഡിഗ്രിയും 1 ആയിരിക്കും, അത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കുകയും ചെയ്യും. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന ആശയത്തിലൂടെ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസുകളെ എങ്ങനെ സോൾവ് ചെയ്യാം, ഇതാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ഇതിൻ്റെ ഏത് ചോദ്യങ്ങൾ എടുത്ത് ഒബ്സർവ് ചെയ്താലും അതിനെ നമുക്ക് dy/dx = f(x, y) എന്ന് പറഞ്ഞ രൂപത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ 1-2 ഡെഫിനിഷൻസുകളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്, അതുപോലെ തന്നെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്. ആർബിട്രറി കോൺസ്റ്റൻസുകൾ നിലനിൽക്കുന്ന സൊല്യൂഷൻസുകളെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ആർബിട്രറി കോൺസ്റ്റൻസുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സൊല്യൂഷൻസുകളെയാണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആർബിട്രറി കോൺസ്റ്റൻറ്റിന് പർട്ടിക്കുലർ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. ആ 2 ഡെഫിനിഷനാണ് ആദ്യമായിട്ട് നമ്മളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ 2 കാര്യങ്ങളാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. The solution which contains arbitrary constant is called general solution of the differential equation. DE കൊണ്ട് അർത്ഥമാക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ആ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസുകൾ കിടക്കുകയാണെങ്കിൽ അത്തരം സൊല്യൂഷൻസുകളെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നു. The solution free from arbitrary constants is called a particular solution of the differential equation. ആർബിട്രറി കോൺസ്റ്റന്റുകളിൽ നിന്നും ഫ്രീ ആയിട്ട് നിൽക്കുന്ന സൊല്യൂഷനുകളെ നമ്മൾ എന്ത് പറയുന്നു, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ആർബിട്രറി കോൺസ്റ്റന്റിൽ നിന്നും ഫ്രീ ആവണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ജനറൽ സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം അതിൽ ആർബിട്രറി കോൺസ്റ്റന്റിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ കൊണ്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എവിടേക്ക് എത്തുന്നത്, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുന്നത്. 1-2 എക്സാമ്പിൾസുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ സൊല്യൂഷനാണ്, റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. y = a cos x plus b sin x. ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത് d²y/dx² plus y = 0 എന്ന് പറഞ്ഞ ആശയമാണ്. ഇവിടെ നിങ്ങൾ സൊല്യൂഷൻ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യൂ. y = a cos x plus b sin x. അവിടെ ശരിക്ക് എയും ബിയും എന്താണ്, പാരാമീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റൻസുകളാണ്. ഈ ആർബിട്രറി കോൺസ്റ്റൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, വാരി ചെയ്യുന്ന കോൺസ്റ്റന്റുകളെയാണ് നമ്മൾ ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കാര്യം പറയുന്നത്. ആരൊക്കെ എപ്പോൾ വേണമെങ്കിലും ആ വാല്യൂസുകൾ മാറ്റിമറിച്ച് കൊടുക്കാം. എന്നാൽ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകുമ്പോഴോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y - y' = 0 ആണ്. കറസ്പോണ്ടിങ് സൊല്യൂഷൻ എന്താ, y = e⁻x + 1 എന്ന് പറയുന്ന ആശയമാണ്. ഇതിൽ എവിടെയും ആർബിട്രറി കോൺസ്റ്റന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ ശരിക്കും എന്താണ്, ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾക്ക് 2 രീതിയിലാണ് വേരിയബിൾ സെപ്പറബിളിലൂടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പറയുക. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ ആയിരിക്കും. പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ചോദ്യത്തിൽ തന്നെ ഒരു പ്രത്യേക കണ്ടീഷൻ തന്നിരിക്കുന്നുണ്ടാവും. എക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് മറ്റൊരു വാല്യൂ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് തന്നിട്ടുണ്ടാവും. അത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോഴും നമ്മൾ ചെയ്യുന്നത് ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും, അതിനുശേഷം എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് കോൺസ്റ്റന്റ് ഏതാണോ നിൽക്കുന്നത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അത് റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ എന്തായി, നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയമാവുകയും ചെയ്തു. നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ തിയറി പാർട്ട് എന്ന് പറയുന്നത് ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, dy/dx = f(x, y) എന്ന് പറഞ്ഞ രൂപത്തിൽ എഴുതാം. അതായത് എക്സും വൈയും ഉള്ള ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ നമ്മൾ പെട്ടെന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു സൈഡിൽ എക്സിൻ്റെ ടേമും മറ്റേ സൈഡിൽ വൈൻ്റെ ടേമും ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 2 സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നു. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം എഴുതുമ്പോൾ ഭൂരിഭാഗ ചോദ്യത്തിലും നമ്മൾ y = എന്ന് പറഞ്ഞ രീതിയിലാണ് കണക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചുകൊണ്ടാണ് മുമ്പിലേക്ക് മൂവ് ചെയ്യുക.
തിയറി പാർട്ടിലേക്ക് നമ്മൾ കാര്യമായി കയറി പോകുന്നില്ല, നേരെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to x plus 1 by 2 minus 1. നമുക്കിതിനെ എന്ത് ചെയ്യണം? വേരിയബിൾ സെപ്പറബിൾ ആശയത്തിലൂടെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. dy by dx is equal to x plus 1 by 2 minus y. നമ്മളിതിലെ ടേമുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, dy എന്ന് പറയുന്നത് മുകളിലാണ് നിൽക്കാൻ പാടും, dx എന്ന് പറയുന്നത് മുകളിലാണ് നിൽക്കാൻ വേണ്ടി പാടും. dy എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് y-ൻ്റെ എല്ലാ ടേമുകളും കൊണ്ടുപോവുക. അതുപോലെ dx എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് x-ൻ്റെ എല്ലാ ടേമുകളും കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും dy എന്ന് പറയുന്നത് മുകളിലാണ് നിൽക്കുന്നത്, അത് ലെഫ്റ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 മൈനസ് y എന്ന് പറയുന്നതിനെ നമ്മൾ നേരെ പുറത്തേക്ക് കൊണ്ടുവരിക. പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 2 മൈനസ് y ഇൻറ്റു dy എന്ന് പറഞ്ഞ് എഴുതാം. ഈക്വൽ ടു x പ്ലസ് 1 ഇവിടെ ഉണ്ട്, അതുപോലെ ഞാൻ എഴുതിയിരിക്കുന്നു. dx എന്ന് പറയുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവുന്നത്? dx എന്ന് പറഞ്ഞ ആശയമാകുന്നു. അപ്പോൾ ഇവിടെ y-ൻ്റെ ടേം മാത്രം, ഇവിടെ x-ൻ്റെ ടേം മാത്രം. അടുത്ത സ്റ്റെപ്പ്, രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 2 മൈനസ് y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ x പ്ലസ് 1 dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് y-ലാണ്, ഇവിടെ വിത്ത് റെസ്പെക്ട് x-ലാണ്. 2 എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ 2y വരും, മൈനസ് y എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ y സ്ക്വയർ ബൈ 2. സാധാരണ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാറുണ്ട്. അത് മൊത്തം ഇൻ്റഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. എല്ലാ ഇൻ്റഗ്രലിൻ്റെ ആശയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു സി എന്ന് പറഞ്ഞ കാര്യം ആഡ് ചെയ്തത്. ഇവിടെയുള്ള എല്ലാ ടേമിനെയും ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാണ്. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 മൈനസ് 2y പ്ലസ് എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ ബൈ 2 അതുപോലെ എഴുതി, മൈനസ് വൈ സ്ക്വയർ ബൈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ആയി, പ്ലസ് 2y അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2y വരും. എക്സ് ഓൾറെഡി പോസിറ്റീവ് ആണ്, അത് എഴുതിയിട്ടുണ്ട്. പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ സെപ്പറേറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ അതിനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 2x പ്ലസ് 2c ഈക്വൽ ടു 0. ഇതിലെ ഈ 2c എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് മറ്റൊരു കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 2x പ്ലസ് സി ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലും നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ഉള്ളത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് നോക്കുക നിങ്ങൾ. dy by dx is equal to 1 plus y square by 1 plus x square. ഇവിടെയാണ് dy നിൽക്കുന്നത്. തന്നെ y എന്ന് പറയുന്നതിൻ്റെ ടേം എവിടേക്ക് കൊണ്ടുവരണം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. dy എന്ന് പറഞ്ഞ കാര്യം അതുപോലെ എഴുതി. 1 plus y square ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ഡിവിഷനിലേക്കാണ് വരിക. ഡിവൈഡഡ് ബൈ 1 plus y square ഈക്വൽ ടു dx എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ dx മുകളിൽ ഉണ്ടാവും, ഡിവൈഡഡ് ബൈ 1 plus x square എന്ന് പറയുന്നത് താഴെ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ y എന്ന് പറയുന്ന ആശയം മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ x എന്ന് പറഞ്ഞ ആശയം മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ്, രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ dy ബൈ 1 plus y square ഈക്വൽ ടു ഇൻ്റഗ്രൽ dx ബൈ 1 plus x square. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫോർമുലയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിലുള്ള ഫോർമുല ഇൻ്റഗ്രൽ dx ബൈ 1 plus x square ടാൻ ഇൻവേഴ്സ് x പ്ലസ് സി. അപ്പോൾ ലെഫ്റ്റ് സൈഡത്തെ കാര്യം എന്താണ് വരിക? ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to മൈനസ് 4xy square given that y equal to 1 when x equal to 0. ഇപ്പോൾ ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, കൂടാതെ ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനുള്ള ഏത് ചോദ്യത്തിലും ഇതുപോലെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ dy by dx എന്ന് പറയുന്ന കാര്യം തന്നിരിക്കുന്നത് മൈനസ് 4xy square. dy മുകളിലാണ്, അപ്പോൾ ഈ y സ്ക്വയറിനെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. dy by y square ഈക്വൽ ടു മൈനസ് 4x അതുപോലെ എഴുതി, dx ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് വരും, ഇൻറ്റു dx എന്ന് പറഞ്ഞ ആശയം വരുന്നു. ഇപ്പോൾ ഇത് വാരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ആശയത്തിലായി. അതായത് ലെഫ്റ്റ് സൈഡിൽ y-ൻ്റെ ടേമും റൈറ്റ് സൈഡിൽ x-ൻ്റെ ടേം എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ dy by y square ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് 4x dx. ഇവിടെ
ഡിനോമിനേറ്ററിൽ വൈ സ്ക്വയർ കിടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേ ലെവലാകുമ്പോൾ നമുക്ക് ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഇതിനെ ഇൻറ്റഗ്രൽ y⁻²dy എന്ന് പറഞ്ഞ് ചിന്തിക്കുക. -4 കോൺസ്റ്റന്റ് ആണ്, മാറ്റിയെടുക്കുക. ബാക്കി വരുന്നത് ഇൻറ്റഗ്രൽ x dx. y⁻² + 1 ഡിവൈഡഡ് ബൈ -2 + 1 ഇതിൻ്റെ ഇൻറ്റഗ്രലാണ് വരുന്നത്. ഈക്വൽ ടു -4 എക്സ് എന്ന് പറഞ്ഞാലും x⁻1 എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ x²/2 + c. അതായത് y⁻1 ഡിവൈഡഡ് ബൈ -1 ഈക്വൽ ടു -2x² + c. ഇവിടെ മൈനസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. y⁻1 എന്ന് പറഞ്ഞാൽ 1/y ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ പറയാം, -1/y ഈക്വൽ ടു -2x² + c. എല്ലാത്തിനും ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം, 1/y ഈക്വൽ ടു 2x² - c എന്ന് പറഞ്ഞ ആശയം പറയാം. നമ്മൾ y എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ നിന്ന് എഴുതുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/2x² - c എന്ന് പറഞ്ഞ ആശയം എഴുതാം. കാരണം റെസിപ്രോക്കൽ എടുക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജനറൽ സൊല്യൂഷനാണ്. നമുക്ക് എത്തേണ്ടത് എവിടേക്കാണ്, പർട്ടിക്കുലർ സൊല്യൂഷനിലേക്കാണ്. ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആ കണ്ടീഷൻ ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. വെൻ x = 0 y = 1. നേരെ നമ്മൾക്ക് കിട്ടിയ ജനറൽ സൊല്യൂഷൻ്റെ ആശയത്തിലേക്ക് കൊടുക്കുക. y എന്ന് പറയുന്നത് 1 ആണ്, 1/2 ഇൻറ്റു x എന്ന് പറയുന്നത് 0 ആണ്, 0² - c ഇംപ്ലൈസ് ഇവിടെ ഭാഗം 0 ആണ് വരിക. അതായത് 1 എന്ന് പറയുന്നത് 1/-c ആണ്. c എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കണം, -1 ആയിരിക്കണം. ഈ കിട്ടിയ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് കൊണ്ടുപോയി അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, therefore particular solution is y is equal to 1/2x² + 1. +1 ആയതിന്റെ കാരണം എന്താ, c എന്ന് പറയുന്നത് -1 ആണ്, ഇവിടെ -c ആണ്. അപ്പോൾ -1 -1 വരുമ്പോൾ എന്തായിട്ട് മാറുന്നത്, +1 എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറുന്നു. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1/2x² + 1 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുക. ഈ സെക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസുകളിലേക്ക് നമ്മളൊന്ന് മൂവ് ചെയ്യാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. താഴെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എല്ലാം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, dy/dx = 1 - cos x / 1 + cos x. അപ്പോൾ നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റുക. അതായത് ലെഫ്റ്റ് സൈഡിൽ വൈൻ്റെ ടൈം ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എക്സിൻ്റെ ടൈം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ അതിനെ ക്രമീകരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് എക്സിൻ്റെ കാര്യം നടക്കുന്നത്. അപ്പോൾ ഈ dx-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ മാത്രം ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാം, dy = 1 - cos x / 1 + cos x dx. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെ വൈൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ dy = ഇൻറ്റഗ്രൽ 1 - cos x / 1 + cos x dx. ഇൻറ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ എന്താ വരിക, y = ഇൻറ്റഗ്രൽ. ഇതിനെ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, 1 - cos x-നും 1 + cos x-നും ഫോർമുലയുണ്ട്. ആ രണ്ട് ഫോർമുലാസുകൾ അപ്ലൈ ചെയ്യാണ്. 1 - cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin² x/2 ഡിവൈഡഡ് ബൈ 1 + cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 cos² x/2 dx. രണ്ട് ഫോർമുലയും ട്രിഗണോമെട്രി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. രണ്ടും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഫോർമുലാസുകളാണ്. ഇതിലെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. sin x / cos x tan x ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം, y is equal to ഇൻറ്റഗ്രൽ tan² x/2 dx. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റ് ഫോർമുല ഇല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഐഡന്റിറ്റീസുകൾ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം, ഇൻറ്റഗ്രൽ tan² x/2 പകരം sec² x/2 - 1 dx എന്ന് പറഞ്ഞ് എഴുതാം. അതിൻ്റെ കാരണം എന്താ, ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ 1 + tan² x എന്ന് പറയുന്നത് sec² x ആണ് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ ഐഡന്റിറ്റി എക്സിന് പകരം x/2 അപ്ലൈ ചെയ്യാം. അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആശയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഇൻറ്റഗ്രൽ sec² x/2 dx ആണ് വരിക. ഇൻറ്റഗ്രൽ sec² x dx ആണെങ്കിൽ tan x ആണ് ആൻസർ വരിക. അതേപോലെ ഇവിടെ എന്താ കിട്ടുക, നമുക്ക് tan x/2 എന്ന് പറഞ്ഞ കാര്യം കിട്ടും. ഇത് മാത്രം എഴുതിയാൽ പോരാ, x/2 എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കുക, ഡിവൈഡ് ചെയ്യുക. x/2ൻ്റെ ഡെറിവേഷൻ എന്താ, എക്സിൻ്റെ കോഎഫിഷ്യന്റ് 1/2.
ആ 1/2 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. മൈനസ് ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞ കാര്യം വരുമ്പോൾ എക്സ് പ്ലസ് സി, അതായത് y is equal to 2 tan x/2. 1/1/2 എന്ന് പറഞ്ഞാൽ 2 ആണ്, അതുകൊണ്ടാണ് 2 tan x/2 മൈനസ് എക്സ് പ്ലസ് സി. രണ്ടാമത്തെ ചോദ്യം dy/dx is equal to √4 - y². അപ്പോൾ നമ്മൾ ഇതിനെ വേരിയബിൾ സെപ്പറബിളിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. അതിന് എന്ത് ചെയ്താൽ മതി, ഈ വൈയുടെ ടൈമിനെ എന്ത് ചെയ്താൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. dy/√4 - y² ഈക്വൽ ടു dx എന്ന് പറയുന്ന റൈറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആയി. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ dy/√4 എന്ന് പറയുന്നതിനെ 2² എന്ന് പറഞ്ഞ് എഴുതാം, -y² ഈക്വൽ ടു ഇന്റഗ്രൽ dx. ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് ഇന്റഗ്രൽ dx/√a² - x² എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അതിന്റെ ഫോർമുല നമുക്കറിയാം, സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി എന്നാണ് ഫോർമുല വരുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ്, ഇവിടെ എക്സ് ഇല്ല, y ആണ് വേരിയബിൾ വരുന്നത്, ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് 2 ആണ്, ഈക്വൽ ടു ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് ഫോർമുല പ്രകാരം എന്താണ്, എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ആശയമാണ്. ഇവിടെ നമുക്ക് പറയാം y/2 എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും, സൈൻ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുന്നു. അതായത് y എന്ന് പറയുന്നത് 2 × സൈൻ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ആശയത്തിൽ ആകുന്നു. അടുത്ത ചോദ്യം എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. dy/dx is equal to 1 + x² × 1 + y². ഇതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ആണത് ചെയ്യുക. dy എന്ന് പറയുന്നത് ലെഫ്റ്റിലായതുകൊണ്ട് നമ്മൾ ഈ വൈൻ്റെ ടൈമിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ dy/1 + y² ഈക്വൽ ടു 1 + x² എന്ന് പറയുന്നത് അതുപോലെ എഴുതി dxനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ റൈറ്റ് സൈഡിൽ എക്സിന്റെ കാര്യമായി, ലെഫ്റ്റ് സൈഡിൽ വൈൻ്റെ കാര്യമായി. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ dy/1 + y² ഈക്വൽ ടു ഇന്റഗ്രൽ 1 + x² dx. ലെഫ്റ്റ് സൈഡിൽ ഫോർമുലയാണ് വരുന്നത് tan ഇൻവേഴ്സ് y ഈക്വൽ ടു ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x ആണ്, പ്ലസ് x² എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രല് x³/3 ആണ് വരുന്നത്, പ്ലസ് സി. ഇവിടെ വന്ന് y എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എഴുതുമ്പോൾ tan x + x³/3 പ്ലസ് സി എന്ന് പറഞ്ഞ് എഴുതാം. സാധാരണ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ y ഈക്വൽ ടു പറഞ്ഞാണ് എഴുതി നിർത്താറുള്ളത്. പരമാവധി അങ്ങനെ എഴുതാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. sec² tan y dx പ്ലസ് sec² y tan x dy ഈക്വൽ ടു 0. ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ നമ്മൾ വേരിയബിൾ സെപ്പറബിളാണ് കണക്ട് ചെയ്യുക. അത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ dy/dx ഈക്വൽ ടു f(x, y) എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ചിന്തിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് രണ്ടാമത്തെ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ഒന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, sec² tan y dx is equal to minus sec² y tan x dy. നമുക്ക് വേണ്ടത് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ഇതിനെ ആക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ dx നിൽക്കുന്നത് കൊണ്ട് എക്സിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിർത്തുകയാണ്. അപ്പോൾ sec² x എന്ന് പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്, dx അവിടെ ഉണ്ട്. ഇവിടെയുള്ള tan x നേരെ എന്ത് ചെയ്യാണ്, പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിവിഷൻ ആകുന്നു. ഈക്വൽ ടു ഇവിടെ മൈനസ് ഉണ്ട്, sec² y എഴുതാണ്ട് dy എഴുതാണ്ട്, ഇവിടെയുള്ള tan y നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരുന്നു, ഡിവൈഡഡ് ബൈ tan y എന്ന് പറഞ്ഞ ആശയം വരുന്നു. ഇപ്പം അത് ഏത് ഫോമിലായി, വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ഫോമിലായി. അപ്പോൾ ഏത് ചോദ്യം ചെയ്യുമ്പോഴും നോക്കുക, വളരെ പെട്ടെന്ന് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ sec² x dx ബൈ tan x ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ sec² y ബൈ tan y dy. tan x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ആണ് മുകളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം നമ്മൾ tan x ന് t കൊടുത്തു കഴിഞ്ഞാൽ dt എന്ന് പറഞ്ഞ കാര്യമാണ് ഇത് വരിക. അപ്പോൾ ഇന്റഗ്രൽ dt/t എന്ന് പറഞ്ഞ രൂപമാണ് വരിക. എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് t ആണ് ആൻസർ വരിക. അതായത് ലോഗ് മോഡ് tan x ആണ് എന്ത് വരുന്നത്, ഇതിന്റെ ആൻസർ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ആൻസറിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാണ്. ലോഗ് മോഡ് tan x ഈക്വൽ ടു മൈനസ്, അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ എന്ത് വരും, ലോഗ് മോഡ് tan y. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കണ്ടീഷനാണ് അവിടെയും വരുന്നത്, പ്ലസ് സി. ഈ നെഗറ്റീവ് കാര്യത്തിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ലോഗ് മോഡുലസ് എന്ന് പറഞ്ഞ ആരും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലോഗ് tan x പ്ലസ് ലോഗ് tan y ഈക്വൽ ടു സി. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞ രൂപത്തിലാണ് നിൽക്കുന്നത്. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി ആണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം, ലോഗ് tan x ഇൻറ്റു tan y ഈക്വൽ ടു സി ആണ്. ഈ ലോഗ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒഴിവാക്കണമെങ്കിൽ
ലോഗരിതമിക് ഫംഗ്ഷന്റെ നേരെ ഇൻവേഴ്സ് ആണ് എന്ത് വരിക, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം വരിക. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ, രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വെച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇത് e raised to log tan x tan y ആയിട്ട് വിചാരിക്കുക, ഇത് e raised to c ആയിട്ട് വിചാരിക്കുക. അതിൽ e raised to log എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻസുകൾ ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി നിൽക്കുന്ന എന്താണ്, tan x tan y ഈക്വൽ ടു tan x tan y ഈക്വൽ ടു e raised to c. e raised to c എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു കോൺസ്റ്റന്റ് ആണ്. ഇതാണ് സൊല്യൂഷൻ വരുന്നത്. അടുത്ത ചോദ്യം, e raised to x plus e raised to minus x dy minus e raised to x minus e raised to minus x dx equal to 0. ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ് കണക്ട് ചെയ്യുക. അതിനുവേണ്ടി തൊട്ട് മുൻപത്തെ ചോദ്യം ചെയ്ത അതേപോലെ തന്നെ രണ്ടാമത്തെ ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അവിടെ എന്ത് വരും, e raised to x minus e raised to minus x dx. നമ്മൾക്ക് ഇവിടെ dx ആണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ എക്സിന്റെ കാര്യങ്ങളും അവിടേക്ക് എത്തണം. അപ്പോൾ ഇവിടെ ആകെ ചെയ്യാനുള്ള കാര്യം എന്താ, dy എന്ന് പറയുന്ന കാര്യം മാത്രം ഇവിടെ നിർത്തി ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ e raised to x minus e raised to minus x divided by e raised to x plus e raised to minus x dx. ഇപ്പോൾ ഇത് വാരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ dy ഈക്വൽ ടു ഇന്റഗ്രൽ e raised to x plus e raised to minus x divided by e raised to x plus e raised to minus x dx. ഇതിലെ e raised to x plus e raised to minus x നമ്മൾ t കൊടുക്കുകയാണെങ്കിൽ e raised to x ന്റെ ഡെറിവേഷൻ e raised to x ആണ്, പ്ലസ് e raised to minus x ന്റെ e raised to minus x വരും, കൂടാതെ -1 കൂടി വരും. കാരണം -x ന്റെ ഡെറിവേഷൻ എന്താണ്, -1 ആണ്. ഇൻറ്റു dx ഈക്വൽ ടു dt. അതായത് e raised to x minus e raised to minus x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും, dt ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ dt ബൈ t എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുന്നു. അതായത് ലോഗ് മോഡ് t പ്ലസ് c ഇറ്റ് ഈക്വൽ ടു ലോഗ് മോഡ് ടിക്ക് പകരം e raised to x പ്ലസ് e raised to minus x പ്ലസ് c എന്ന് പറഞ്ഞ് എഴുതാം. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇന്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക, y ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ y is equal to ലോഗ് മോഡ് e raised to x പ്ലസ് e raised to minus x പ്ലസ് c. അടുത്ത ചോദ്യം, e raised to x tan y dx പ്ലസ് 1 മൈനസ് e raised to x sec സ്ക്വയർ y dy എന്ന് പറയുന്നത് 0 ആണ്. തൊട്ട് മുന്നത്തെ ചോദ്യം ചെയ്ത് അതേപോലെ തന്നെ e raised to x tan y dx is equal to മൈനസ് 1 മൈനസ് e raised to x sec സ്ക്വയർ y dy എന്ന് പറഞ്ഞ് എഴുതുക. ഇവിടെ നിന്ന് ഇവിടെ dx ആയതുകൊണ്ട് എല്ലാ എക്സിന്റെ കാര്യങ്ങളും ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ e raised to x ഇവിടെ ഉണ്ട്, dxും അതുപോലെ എഴുതി. 1 മൈനസ് e raised to x എന്ന് പറയുന്നതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിവിഷനിലേക്ക് വരുന്നു. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ മൈനസ് ഉണ്ട്, sec സ്ക്വയർ y dy എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇവിടുത്തെ tan y കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതും ഡിവിഷനിലാണ് tan y എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നത്. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം, കാരണം വാരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്റഗ്രൽ e raised to x dx by 1 മൈനസ് e raised to x ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ sec സ്ക്വയർ y dy ബൈ tan y. ഇവിടെ tan y എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ആണ് sec സ്ക്വയർ y. അപ്പോൾ sec സ്ക്വയർ y dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dt ആണ് വരിക, താഴെ t ആണ് വരിക. അപ്പോൾ ഇതിന്റെ ആൻസർ ലോഗ് മോഡ് t ആണ്, അല്ലെങ്കിൽ ലോഗ് മോഡ് tan y എന്ന് പറയുന്ന ആശയമാണ്. ഇനി ലെഫ്റ്റ് സൈഡത്തെ കാര്യത്തിലേക്ക് പോകുമ്പോഴോ e raised to x ന്റെ ഇന്റഗ്രൽ എന്താണ്, e raised to x തന്നെയാണ്. നമുക്കറിയാം e raised to x ന്റെ ഡെറിവേഷൻ എന്താ, അതും e raised to x തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴത്തുള്ള ആശയത്തിന് നമ്മൾ t എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 1 മൈനസ് e raised to x എന്ന് പറയുന്നതിന് t എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 0 മൈനസ് e raised to x dx ഈക്വൽ ടു എന്താ കിട്ടുക, dt ആണ് കിട്ടുക. അതായത് e raised to x dx എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യം എന്ന് പറയാം, നമുക്ക് മൈനസ് dt ക്ക് തുല്യമാണെന്ന് പറയാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇന്റഗ്രൽ എന്താ വരിക, ഇന്റഗ്രൽ മൈനസ് dt ബൈ t എന്ന് പറയുന്ന ലോജിക്കാണ് വരിക. റൈറ്റ് സൈഡിലുള്ള ആൻസർ മൈനസ് ലോഗ് മോഡ് tan y പ്ലസ് c. ഇത് എന്താ വരുന്നത്, മൈനസ് ലോഗ് മോഡ് t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക, 1 മൈനസ് e raised to x ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് tan y പ്ലസ് c. ത്രൂ ഔട്ട് നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇതൊക്കെ എന്തായിട്ട് മാറി, പ്ലസ് എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറി. സി എന്ന് പറയുന്നപ്പോൾ മൈനസ് ആവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ലോഗ് 1 മൈനസ് e raised to x, ഇത് പോസിറ്റീവ് ടൈം ആണ്, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക, മൈനസ് ലോഗ് tan y ഈക്വൽ ടു സി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞ രൂപത്തിലായി എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ ബൈ ബി എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രോപ്പർട്ടി വരിക.
ആ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം log of 1 minus e raised to x by tan y equal to c. ഇവിടെ നിന്ന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ലോഗ് എന്ന് പറയുന്ന ആശയം നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സ്പോണന്റ് വെച്ച് ഉയർത്തിയാൽ മതി. അപ്പോൾ ഈ റേസ്റ്റ് ലോഗ് എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുന്നൊക്കെ കാര്യം പറഞ്ഞിരുന്നു. അതേ ലോജിക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താ, 1 മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ടാൻ വൈ ഈക്വൽ ടു ഇ റേസ് ടു സി ആണ് വരിക. അതിനെ മറ്റൊരു സി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. അതായത് 1 മൈനസ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ടാൻ വൈ ഇൻറ്റു സി അഥവാ സി ടാൻ വൈ എന്ന് പറയുന്ന കാര്യം ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ കർവ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 1 whose differential equation is x dy equal to 2x square plus 1 dx. അതായത് ഒരു കർവിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആ കർവ് എന്ന് പറയുന്നത് 1 1 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. അവിടെ നിന്ന് നമ്മൾ എവിടേക്ക് എത്തണം, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയം, അതായത് കർവിന്റെ ഇക്വേഷനിലേക്ക് എത്തണം. അപ്പോൾ നമ്മുടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഡി വൈ ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 dx. ഇവിടെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതുള്ളൂ, ശരിക്കും ഈ ഡി വൈ എന്ന് പറയുന്നത് മാത്രം അവിടെ നിർത്തിയിട്ട് എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഡി വൈ ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഇപ്പോൾ വാരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ആശയമായി. ഇന്റഗ്രൽ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് കൊണ്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2x വരും പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ്. അപ്പോൾ എക്സ് കൊണ്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ കാര്യം എഴുതിയിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൽ ഇന്റഗ്രൽ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ y ആണ്. 2x എന്ന് പറയുന്നതിൽ 2 കോൺസ്റ്റന്റ് മാറ്റി എഴുതി. എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് y is equal to x സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇതാണ് ഇപ്പം നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾക്ക് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ ജനറൽ സൊല്യൂഷനാണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്ന എല്ലാ കർവുകളും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇനി വേണ്ടത് ഒരു പർട്ടിക്കുലർ കേസാണ്. കാരണം എന്താ, 1 1 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു കർവിൻ്റെ ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ പറഞ്ഞ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നതിലേക്ക് ഞാൻ എക്സിന് 1ഉം വൈക്ക് 1ഉം അപ്ലൈ ആണ്. കാരണം പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എങ്ങനെ എടുക്കുക, എക്സ് വൈ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 വൈ ഇസ് ഈക്വൽ ടു 1 രണ്ടും 1 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ പറയാം 1 ഇസ് ഈക്വൽ ടു എക്സിന് 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 സ്ക്വയർ വരും പ്ലസ് ലോഗ് മോഡ് 1 പ്ലസ് സി. ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. 1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് സി ആണ് വരിക. അതായത് സി എന്ന് പറയുന്ന കാര്യം 0 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് കർവ് എന്ന് പറയുന്ന കാര്യം, therefore ഇക്വേഷൻ ഓഫ് കർവ് ഈസ്, ഈ ഇക്വേഷനിൽ സിക്ക് പകരം എന്താ അപ്ലൈ ചെയ്യുക, 0 അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് എക്സ്. Find the equation of the curve passing through the point -2 3 given that the slope of tangent to the curve at any point xy is 2x by y square. അതായത് ഒരു കർവിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആ കർവ് -2 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ ആണ് വേണ്ടത്. അതിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 2x by y square ആണ്. ഈ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, dy by dx ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്, dy by dx is equal to 2x by y square. അത് ആദ്യം മനസ്സിലാക്കി എടുക്കണം. ഇതിനെ വാരിയബിൾ സെപ്പറബിൾ ആശയത്തിലേക്ക് ഒന്ന് മാറ്റുകയാണ്. y സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് വരും, y സ്ക്വയർ dy എന്ന് പറഞ്ഞ ആശയം വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 2x dx എന്ന് പറയുന്നത് മുകളിലേക്ക് എത്തുന്നു. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ y സ്ക്വയർ dy ഈക്വൽ ടു ഇന്റഗ്രൽ 2x dx. y സ്ക്വയർ എന്ന് പറയുന്നതിന് ഇന്റഗ്രൽ y ക്യൂബ് ബൈ 3 ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് മാറ്റി എഴുതി. x എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അതായത് y ക്യൂബ് ബൈ 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സി. y ക്യൂബ് എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് y ക്യൂബ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടിയിരിക്കുന്നത്.
ഇനി നമ്മൾക്ക് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് -2 ആകുമ്പോഴുള്ള കണ്ടീഷനാണ് വേണ്ടത്. -2 എന്ന് പറഞ്ഞ കണ്ടീഷനോ -2 എന്ന് പറഞ്ഞ പോയിന്റ് കടന്നു പോകുന്ന ഇക്വേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വൈക്ക് 3 കൊടുക്കാം, എക്സ് എന്ന് പറയുന്നതിന് -2 കൊടുക്കാം. അപ്പോൾ ആ കണ്ടീഷൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. when x is equal to -2 y is equal to 3 ഈ കർവിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് x എന്ന് പറയുന്നത് -2 ആണ്, y എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 ഈക്വൽ ടു 3 ഇൻറ്റു എക്സിന് -2 അപ്ലൈ ചെയ്യുമ്പോൾ -2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും പ്ലസ് സി. 27 എന്ന് പറയുന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങോട്ട് പോകുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9 ഈക്വൽ ടു 4 പ്ലസ് സി. അതായത് സി ഈക്വൽ ടു 9 - 4 വിച്ച് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ സിന്റെ വാല്യൂ കിട്ടിയത് 5 ആണ്. ഈ ഒരു കാര്യം നമ്മൾ തൊട്ട് മുകളിലുള്ള ഇക്വേഷനിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ ഓഫ് കർവ് ഈസ് y³ ഈക്വൽ ടു 3 ഇൻറ്റു x² പ്ലസ് 5. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് വാരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലുള്ള ഇതുവരെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും പബ്ലിക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നു കഴിഞ്ഞ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വരിക. ജനറൽ സൊല്യൂഷനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലെ വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ നല്ലതുപോലെ വർക്ക് ചെയ്യുക. മുഴുവനായിട്ട് നല്ലതുപോലെ പഠിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷനിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, ബൈ.